പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു, പാർലമെൻ്ററി പരിപാടികളിലും കഴിവുണ്ടായിരുന്നു. അങ്ങനെയുള്ള വലിയ കഴിവുള്ള ആളായിരുന്നു. JNUവിലെ വിദ്യാർത്ഥി നേതാവായി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനം മുതൽ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള ആളുകൾക്കൊക്കെ ആ പഴയ കാലം മുതലുള്ള വലിയ ബന്ധമുള്ളതാണ്. ആ വേർപാട് വലിയൊരു ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് മാത്രമല്ല, ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനാധിപത്യ ശക്തികളെ സംഘടിപ്പിക്കുന്നതിൽ ഇന്നിപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നിര ശക്തിപ്പെടുന്നതിൽ വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. അത്രയൊരു വലിയ നഷ്ടമാണ്. KN ബാലഗോപാലാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 യെച്ചൂരിയുടെ അന്ത്യം സംഭവിക്കുന്നത്. ഡൽഹി എയിംസിൽ കുറച്ചു നാളുകളായി ചികിത്സയിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഡൽഹി എയിംസിൽ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തെത്തുന്നത്. 72 വയസ്സായിരുന്നു. KC വേണുഗോപാൽ ഇപ്പോൾ യെച്ചൂരിയെ അനുസ്മരിക്കുന്നു. അതിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് തന്നെയാണ് ഇടതുപക്ഷ ആശയങ്ങളുള്ളവരെല്ലാം കൂട്ടി ഇന്ത്യ മുന്നണിയോടൊപ്പം നിർത്താൻ അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിലും മുതൽ ഒടുക്കം വരെയുള്ള മീറ്റിങ്ങുകളിലെല്ലാം ഇതുവരെ നാളിതുവരെയാണ് വളരെ സജീവമായ പങ്കാളിത്തത്തോടെയാണ് ആ മീറ്റിങ്ങുകളിലെ റെസൊല്യൂഷൻ തയ്യാറാക്കുന്നതിലും മീറ്റിങ്ങുകളുടെ അജണ്ട തീരുമാനിക്കുന്നതും ഒക്കെ തന്നെ നിർണായകമായ പങ്കാളിത്തം യെച്ചൂരിക്കുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ച് ആലോചന ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിന്റെ വികസന കാര്യത്തിലും അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു. നന്നായിട്ട് നല്ല പാർലമെന്റായിരുന്നു. ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ബാലൻ, താങ്കൾ എങ്ങനെയാണ് യെച്ചൂരിയെ ഓർമ്മിക്കുന്നത്? AK ബാലൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. നേരത്തെയും ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടുന്നതിനിടയിൽ. ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം വീണ്ടും AK ബാലനിലേക്ക് എത്താം. സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു. CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ അന്ത്യം ഇന്ന് ഉച്ചയ്ക്ക് 3:30 പുറം ലോകം അറിയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ഡൽഹി എയിംസിൽ ചികിത്സയിലായിരുന്നു. 72 വയസ്സായിരുന്നു. ശ്വാസകോശത്തിൽ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നിരുന്നു.